മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിലെത്രയും സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാവരെയും പ്രഭാത വിരുന്നിലേക്ക് സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ പ്രത്യേകിച്ച് നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഇന്ന് ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതോടൊപ്പം നമ്മൾ യേശുവിൻ്റെ പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഏറ്റവും അടുത്തിരിക്കുന്ന കാലഘട്ടമാണല്ലോ ഈ ഒരു ദിവസങ്ങൾ. ഏറ്റവും ആത്മീയമായ രീതിയിൽ ഒരുങ്ങാം. ഈശോ നമ്മളിൽ പിറക്കട്ടെ. സങ്കടത്തോടു കൂടിയല്ല, ഈശോ സന്തോഷത്തോടു കൂടി പിറക്കട്ടെ. അതാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. ആഗ്രഹത്തിനൊത്ത് ഒരുങ്ങാനും ഈ ദിവസങ്ങൾ ക്രിസ്മസ് കാലഘട്ടത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മളെല്ലാവരും ഈശോ അനുഗ്രഹിക്കുന്നത് പ്രത്യേകം പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായിട്ട് നമുക്ക് പ്രഭാത വിരുന്നിൻ്റെ സ്വർഗീയ മത്സ്യ പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് അപേക്ഷിക്കാം. അമ്മയെ മറന്നുകൊണ്ടുള്ള ഒരു ക്രിസ്മസ് നമുക്കില്ലല്ലോ. അമ്മയെ നമ്മൾ നെഞ്ചോട് ചേർത്തുകൊണ്ടാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അമ്മയില്ലാത്ത പുൽക്കൂടില്ല. നമ്മളിന്ന് പ്രത്യേകം അമ്മയുടെ സഹായം അപേക്ഷിക്കാം. വചനം കൂടുതൽ അറിയാനും ഗ്രഹിക്കാനും ഈശോ നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്നൊന്ന് ഏറ്റുചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. സ്നേഹമുള്ളവരെ, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടെ അപേക്ഷിക്കേണ്ടതുണ്ട്. കാരണം പരിശുദ്ധാത്മാവാണ് നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നത്, വചനം കൂടുതൽ അറിയാനും ഗ്രഹിക്കാനും സഹായിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൂടി സഹായം നമുക്ക് അപേക്ഷിക്കാം. അതോടൊപ്പം ഇന്ന് നമ്മൾ വചനം കേൾക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് അനുസരണക്കേട് മൂലം ചില അബദ്ധത്തിലേക്ക് പോയവരെ നമുക്ക് ഓർക്കാം. അല്ലെങ്കിൽ അനുസരണക്കേടിൽ തന്നെ തുടർന്നു കൊണ്ടുപോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് ഓർക്കാം. കാരണം അനുസരണക്കേട് കാണിക്കുക എന്നത് അതൊരു ബുദ്ധിമുട്ടാണ് ചില കാര്യങ്ങളിലൊക്കെ, അല്ലേ? അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ, ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ പ്രത്യേകം ഒന്ന് ഓർക്കുക. ഈശോയുടെ കാര്യങ്ങളിൽ സമർപ്പിക്കുക. ഈശോ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. സ്നേഹമുള്ളവരെ, നമുക്ക് വചനം കേട്ടുകൊണ്ട് ഇന്നത്തെ വചന വിചിന്തനം ആരംഭിക്കാം. നമ്മൾ ക്രിസ്തുമസ് ഒരുക്ക ആഗമന കാലഘട്ടമായതുകൊണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്ന 1-ാം അധ്യായം 24-ാം വാക്യം. ഒറ്റ വാക്യമേ ഉള്ളൂ. വാക്യം ഇങ്ങനെയാണ്: ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. പ്രിയമുള്ളവരെ, നമ്മൾ അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആഗമന കാലഘട്ടത്തിൽ ക്രിസ്തുമസിനോട് തൊട്ടടുത്തിരിക്കുന്ന ദിവസങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു ക്രിസ്തുമസ് കാല ചിന്ത കൂടി നിങ്ങളോട് പങ്കുവെക്കാം എന്ന് കരുതുകയാണ്. നമുക്ക് ക്രിസ്തുമസിന്, തിരുനാളിന് പല വിവരണങ്ങളും പല വിചിന്തനങ്ങളും പല ആശയങ്ങളും ചിന്തകളും മെസ്സേജുകളൊക്കെ ഉണ്ട്.
അപ്പോൾ ഇന്ന് ഇങ്ങനെ ചിന്തിക്കാമെന്ന് കരുതുകയാണ്. ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ അതൊരു അനുസരണത്തിൻ്റെ തിരുനാളാണ്. ഇറ്റ്സ് എ ഫീസ്റ്റ് ഓഫ് ഒബീഡിയൻസ്. അനുസരണത്തിൻ്റെ തിരുനാളാണ്. അങ്ങനെ പറയാനായിട്ടുള്ള വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ അതായത് ഈശോ പരിശുദ്ധ അമ്മയിൽ നിന്ന് വിശുദ്ധ യൗസപിതാവിൻ്റെ സാന്നിധ്യത്തിൽ ബെത്ലഹേമിൽ രാത്രിയിൽ പിറന്നു വീഴുന്ന ദിവസം, ക്രിസ്തുമസ് നൈറ്റ്. ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത വലിയൊരു അനുഭവം നൽകുന്ന ഒരു രാത്രിയാണ് ക്രിസ്തുമസ് രാത്രി, അല്ലേ? വീടുകളും കടകളും നമ്മുടെ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഷോപ്പുകൾ എല്ലാവരും നമ്മൾ അലങ്കരിക്കുന്ന നക്ഷത്രങ്ങൾ തൂക്കി, അല്ലേ? വെളിച്ചത്താൽ നിറയുന്ന ഒരു രാത്രിയാണ് ക്രിസ്മസ് രാത്രി. എന്ത് ബുദ്ധിമുട്ടിയാണെങ്കിലും ഒരു നക്ഷത്രമെങ്കിലും നമ്മൾ തൂക്കാത്ത നമ്മുടെ വീടുകൾ ഉണ്ടാകത്തില്ല. നേരെ മറിച്ച് എൻ്റെ ഒരു സ്ഥലം കൊച്ചി ആയതുകൊണ്ട് ക്രിസ്മസ് രാത്രി എന്ന് പറഞ്ഞാൽ അവർണ്ണനീയമായ രീതിയിൽ വെളിച്ചങ്ങൾ കൊണ്ട് നിറയുന്ന ഒരിടമാണത്. വളരെ രസമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്രിസ്മസിന് വേണ്ടി വളരെ ആഘോഷിച്ചിങ്ങനെ ഒരുങ്ങുമ്പോഴേക്കും ബെത്ലഹേമിൽ അമ്മ ഈശോയ്ക്ക് ജന്മം നൽകുക എന്ന് പറഞ്ഞാൽ അതൊരു അനുസരണത്തിൻ്റെ തിരുനാളാണ്. അനുസരണം, ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തെ പരിശുദ്ധ അമ്മയും വിശുദ്ധ യൗസപിതാവും അനുസരിച്ചതിൻ്റെ തിരുനാളാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലില്ലെങ്കിൽ പോലും നമ്മുടെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പുസ്തകങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ പ്രായം ഒരുപക്ഷെ അത് ചിലയിടങ്ങളിൽ 12 മുതൽ കാണിക്കുന്നുണ്ട്, ചിലയിടങ്ങളിൽ 16 കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ പ്രായം 16 അതിൽ മേലെ ആയിരിക്കാം പരിശുദ്ധ അമ്മയുടെ പ്രായം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ കണക്കെടുക്കുമ്പോഴേക്ക് ഒരു +1 പഠിക്കുന്ന പെൺകുട്ടി അല്ലെങ്കിൽ +2 പഠിക്കുന്ന പെൺകുട്ടി. അങ്ങനെ ഈ ഒരു വളരെ ചെറുപ്പകാലത്ത്, ഈ ഒരു കൗമാര യൗവന കാലഘട്ടത്തിലൊക്കെ ഒരു വലിയൊരു സ്വപ്നം കെട്ടിപ്പടുക്കിക്കൊണ്ട് പോകുന്ന ഒരു പെൺകുട്ടി ആയിരിക്കാം. യൗസപിതാവിനെ ഒരിക്കലും അത്ര താടിയും മുടിയുമൊക്കെ നരച്ച പ്രായക്കാരനായിട്ടൊക്കെ ചില ചിത്രങ്ങളിൽ ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ പോലും വ്യക്തിപരമായിട്ട് ഞാൻ അതിനെതിരാണ്. കാരണം യൗസപിതാവ് അത്ര പ്രായക്കാരനൊന്നും ആയിരുന്നില്ല. പരിശുദ്ധ അമ്മ വളരെ സുന്ദരി, കാണാൻ മിടുക്കി. പക്ഷേ യൗസപിതാവ് എപ്പോഴും താടി മൂടി നരച്ചൊരു കഥാപാത്രം. അങ്ങനെ ആകാൻ സാധ്യതയില്ല. കാരണം പരിശുദ്ധമ്മയ്ക്ക് 16-17 വയസ്സാണെങ്കിൽ യൗസപിതാവിന് കൂടിപ്പോയാലോ 20 വയസ്സേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. നല്ല ചുള്ളനായ ഒരു ചെറുപ്പക്കാരനായിരിക്കണം യൗസപിതാവ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചില ഇംഗ്ലീഷ് മൂവികളിലൊക്കെ യൗസപിതാവ് നല്ല ആരോഗ്യദൃഢഗാത്രനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. നല്ലൊരു ചെറുപ്പക്കാരൻ, കുട്ടിത്താടിയൊക്കെ വെച്ചുള്ള നല്ലൊരു ചെറുപ്പക്കാരൻ. അങ്ങനെ ഇവർക്ക് ഇവരുടേതായ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് മംഗളവാർത്ത സംഭവിക്കുന്നത്. മംഗളവാർത്ത, പ്രിയമുള്ളവരെ, ഇത് അനുസരണത്തിന് തിരുനാളെന്ന് പറയുന്നതിൽ നമുക്ക് എങ്ങനെ എതിർക്കാൻ കഴിയും? കാരണം പരിശുദ്ധ അമ്മയും വിശുദ്ധ യൗസപിതാവും ഒക്കെ അനുസരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഈശോ ജനിക്കുന്നത്. അവരുടെ സ്വപ്നം. അതുകൊണ്ട് തന്നെയാണ് ലൂക്ക 1:38 പറയുന്നത്, ഇതാ കർത്താവിൻ്റെ ദാസി. അതായത് ലൂക്കായുടെ സുവിശേഷത്തിൽ പകുതി മുതൽ ഇങ്ങോട്ട് നമ്മൾ മംഗളവാർത്ത വായിച്ച അവസാനം മാതാവ് പറയുന്ന ഒരു അമ്മ, അവൾ അസ്വസ്ഥയായി. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ആ അസ്വസ്ഥത അവിടെ കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. ദൈവ കൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്ന് ഗബ്രിയേൽ ദൂതൻ മറിയത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അതിന് താഴ്ത്ത വചനം പറയുക, അവൾ അസ്വസ്ഥയായി. 16-17 വയസ്സുള്ള പെൺകൊച്ചിൻ്റെ മുമ്പിൽ വന്ന് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തലകറങ്ങി വീടില്ലേലേ അത്ഭുതമുള്ളൂ. നീ ഗർഭിണിയാണെന്നൊക്കെ പറയുമ്പോഴേക്കും എൻ്റെ കർത്താവെ ഇതെങ്ങനെ വിളിക്കാതിരിക്കും? പക്ഷേ ആ ഒരു സംഭാഷണത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ വചനം വായിക്കുക, ഇതാ കർത്താവിൻ്റെ ദാസി. ഇത് വലിയൊരു വിഷയമാണ്. കാരണം പുരുഷനറിയാതെ വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീ അന്നത്തെ കാലത്ത് ഗർഭിണിയാകുക എന്ന് പറഞ്ഞാൽ അവള് അനുഭവിക്കാൻ പോകുന്ന വ്യഥയുടെ തുടക്കമാണ് അവിടെ. എന്തെല്ലാം തരത്തിലായിരിക്കാം ചില ബുദ്ധിമുട്ടുകൾ പരിശുദ്ധമ്മ കൊള്ളിക്കുന്ന വാക്കുകൾ, കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരിക.
ഗർഭിണിയാ, വയറ് വീർക്കുന്നു, എന്ത് ചെയ്യും? ഒരുപക്ഷെ ഒരു യാത്ര ചെയ്ത് എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പോയത് ഒരു പക്ഷേ ഒരു 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 ഈ രീതിയിലുള്ള യാത്ര എന്ന് പറഞ്ഞാൽ കുറച്ച് മാറി നിൽക്കാനും കൂടി ആയിരിക്കണമെന്ന് ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നത് പരിശുദ്ധമ്മയുടെ അനുസരണമാണ്. ഇനി നിന്റെ ഹിതമാണ്, എൻ്റെ ഹിതമല്ല. ഇനി മുതൽ നിന്റെ ഹിതമാണ്, എൻ്റെ ഹിതമല്ല. ഇതാ കർത്താവിൻ്റെ ദാസി. തീർന്നില്ല. നമ്മൾ മറിയത്തെ അധികം കാണുന്നില്ലല്ലോ. പിന്നീട് മറിയം അനുസരണയിൽ മുഴുവനും സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോഴേക്കും വിശുദ്ധ യൗസപിതാവാണ് അനുസരിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പിതാവ്, അനുസരിക്കാൻ മാത്രം അറിയുന്ന പിതാവ്. അതുകൊണ്ട് തന്നെയാണ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 25 വരെയുള്ള വാക്യത്തിൽ അറിയിപ്പ് പറയുന്നുണ്ട്, യൗസേപ്പേ നീ മറിയത്തെ സ്വീകരിക്കണം, അവൾ ഗർഭിണിയാണ്, പരിശുദ്ധാത്മാവിലാണ്, നീ അവളെ സ്വീകരിക്കണം, ശങ്കിക്കേണ്ട. അനുസരിക്കുന്നു, ഞാൻ അനുസരിക്കാം. അതിനുശേഷം ഈജിപ്തിലേക്കുള്ള പലായനം, ജനനത്തിന് ശേഷം, അതായത് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന് 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അതിനുശേഷം നസ്രത്തിലേക്കുള്ള തിരിച്ചുള്ള യാത്ര, മത്തായിയുടെ സുവിശേഷം തന്നെ 2-ാം അധ്യായം 19 വാക്യം. പിന്നീട് ക്രിസ്തു ജനിക്കണമെന്നുണ്ടെങ്കിൽ അനുസരിക്കണമെന്നുള്ള ഒരു ഉറപ്പ് ഇവിടെ നൽകുന്നുണ്ട്. അതായത് എൻ്റെ പ്രിയമുള്ളവരെ, അനുസരണ എവിടെയുണ്ടോ അവിടെ ക്രിസ്തു ജനിക്കും. അത് നമ്മുടെ മാതാപിതാക്കളായിക്കോട്ടെ, മേലധികാരികളായിക്കോട്ടെ, ഉത്തരവാദിത്തപ്പെട്ടവരായിക്കോട്ടെ, ആ സംവിധാനത്തിൻ്റെ നല്ല നടത്തിപ്പിന് വേണ്ടി, സ്വാർത്ഥതയ്ക്കോ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കോ വേണ്ടിയല്ല, ഞാൻ ആയിരിക്കുന്നിടങ്ങളിൽ ആ സംവിധാനത്തിൻ്റെ നല്ല നടത്തിപ്പിന് വേണ്ടി നീ അനുസരിക്കാൻ ബാധ്യസ്ഥനാണെങ്കിൽ അനുസരിക്കണം. ആരുടെയും താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല, നന്മയ്ക്ക് വേണ്ടി. അതുകൊണ്ടാണല്ലോ കുറേയൊക്കെ മാതാപിതാക്കൾ ഈ ഒരു കാലയളവിൽ കുറേയൊക്കെ അസ്വസ്ഥരാണ്. മാതാപിതാക്കളൊക്കെ കുറേ അസ്വസ്ഥരാണ് ചില കാര്യങ്ങളിൽ. ചില പള്ളികളിലൊക്കെ ഇരിക്കുമ്പോഴും ചിലരൊക്കെ സംസാരിക്കാൻ വരുമ്പോഴും ഒക്കെ ചില അമ്മമാർ പറയുന്നുണ്ട്, അച്ഛാ എന്ത് ചെയ്യണം, ചെറിയ കുട്ടികളെ എന്ത് ചെയ്യണമെന്നറിയില്ല, അനുസരിക്കുന്നില്ല, ബുദ്ധിമുട്ടാണ്, സങ്കടമാണ്, 1 ഉള്ളു 2 ഉള്ളു, പക്ഷേ അനുസരിക്കുന്നില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഓർക്കുക, എവിടെയാണോ അനുസരണയുള്ളത് അവിടെ ഈശോ ജനിക്കും, അല്ലേ? ഇവിടെ പരിശുദ്ധമ്മയും വിശുദ്ധ യൗസപിതാവും കർത്താവിനെ ഹൃദയത്തോട് ചേർത്തുകൊണ്ട് ആ നസറത്തിൽ നിന്ന് ബെത്ലഹേമിലേക്കുള്ള യാത്രയിൽ കടന്നുപോയി ബെത്ലഹേമിൽ ഈശോയ്ക്ക് ജന്മം നൽകുമ്പോഴേക്കും അതൊരു അനുസരണത്തിന് തരുന്നത്. അതുകൊണ്ടാണല്ലോ അബ്രഹാത്തെ ദൈവം വാനോളം ഉയർത്തിയത്. എന്തുകൊണ്ടാണ്? അനുസരിച്ചു. മകനെ ബലിയർപ്പിക്കുക, അനുസരിച്ചു. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് കാലഘട്ടത്തിലേക്ക്, ആഗമന കാലത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോഴേക്കും ക്രിസ്തു ജനിക്കുന്നത് അനുസരിക്കുമ്പോഴാണ്. അതുകൊണ്ട് നമുക്കനുസരിക്കണം. എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ മേലുള്ള ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ളവരെ, അതിൻ്റെ അധികാരത്തിലിരിക്കുന്നവരെ നന്മയ്ക്ക് വേണ്ടി, നല്ല നടത്തിപ്പിന് വേണ്ടി അനുസരിക്കാൻ ഈശോ നമ്മളെല്ലാവരെയും ഇന്നേ ദിവസത്തെ വചനത്താൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. സ്നേഹമുള്ളവരെ, നമുക്കൊന്ന് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം ഈ നിമിഷത്തിൽ. വളരെ പ്രത്യേകിച്ച് സ്വർഗത്തെ എല്ലാ നിവാസികളോടും, പരിശുദ്ധമ്മ, വിശുദ്ധ യൗസപിതാവ്, എല്ലാ വിശുദ്ധന്മാരോടും, പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥ, നമ്മുടെ നാമത്തിലുള്ള മധ്യസ്ഥ, അതുപോലെ കാവൽ മാലാഖമാർ, നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട മാലാഖമാർ, അങ്ങനെ നമ്മൾ പ്രത്യേകമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ചില വിശുദ്ധന്മാരുണ്ട്, അവരുടെ മേലും പ്രത്യേകം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് ഇന്നത്തെ വചനത്തിൽ കേട്ടതുപോലെ അനുസരണയാണല്ലോ
ബലിയേക്കാൾ ശ്രേഷ്ഠമെന്ന വചനം, പഴയ നിയമ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈശോയെ അങ്ങ് ജനിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധമ്മയും വിശുദ്ധ ഔസേപിതാവും അനുസരിച്ചത് കൊണ്ട് മാത്രമാണ്. ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന ആഗമന കാലഘട്ടത്തിൽ ഈശോയെ ഞങ്ങളെ അനുസരിക്കാനായിട്ട് ഞങ്ങളെല്ലാവരെയും അങ്ങ് പഠിപ്പിക്കണമേ. അതിലൂടെ ഈശോ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജന്മമെടുക്കട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടുരുളയണമേ. ആമേൻ. കുസൃതികൾ കാട്ടും നേരത്ത് കുഞ്ഞുണ്ണീശോ കരഞ്ഞിടും. കുട്ടിക്കുറുമ്പ് കാട്ടിടും നേരം കുഞ്ഞുണ്ണീശോ പിണങ്ങിടും. കുസൃതികൾ കാട്ടും നേരത്ത് കുഞ്ഞുണ്ണീശോ കരഞ്ഞിടും. കുട്ടിക്കുറുമ്പ് കാട്ടിടും നേരം കുഞ്ഞുണ്ണീശോ പിണങ്ങിടും. രാരിരാരോ രാരാരോ
സ്നേഹമുള്ളവരെ, നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ആശീർവാദം നമ്മളെല്ലാവരെയും ബലപ്പെടുത്തും, ശക്തിപ്പെടുത്തും. പിതാവിൻ്റെയും പുത്രൻ്റെ നാമത്തിൽ, പുത്രൻ്റെ പരിശുദ്ധാത്മ നാമത്തിൽ ഈശോ നമ്മളെ അനുഗ്രഹിക്കുമ്പോഴേക്കും അത് നമുക്ക് വലിയൊരു കൃപയായിട്ട് മാറട്ടെ. പരിശുദ്ധ പിതാവിൻ്റെയും എല്ലാ കാർഡിനന്മാർ, ബിഷപ്പുമാർ, എല്ലാ വൈദികർ, സന്യാസികന്മാരോട് ചേർന്നുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയിൽ ഐക്യപ്പെട്ട് ഒന്നിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. പ്രത്യേകിച്ച് മരിയം കൂടാരത്തിൽ നമുക്ക് വേണ്ടി ജപമാല സമർപ്പിച്ച് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നമുക്കും തിരിച്ചും സമയം കിട്ടുന്നതനുസരിച്ച് സമർപ്പിച്ച് അമ്മയിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥന വളരാം. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിക്കുന്നു.